അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. അതിന് കാരണം അമ്പിയാക്കളല്ലാത്ത ആരുടെയും സ്വപ്നം രേഖല്ല. സ്വപ്നം വെച്ചിട്ട് ഒരു സംഗതി പറയാനായിട്ട് പറ്റില്ല. ഞാനങ്ങനെ സ്വപ്നം കണ്ടു. ഇപ്പോ പല ആളുകൾക്കും അങ്ങനെ സ്വപ്ന അവരോരോ സ്വപ്നം കണ്ടാൽ പിന്നെ അതിന് റസൂലുള്ള സ്വപ്നം കണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള അമ്പിയാക്കന്മാരുടെ സ്വപ്നം കണ്ടാൽ അത് വഹീന്റെ ഭാഗം. ഈ അയവാന സ്വപ്നം എന്തിന്റെ ഭാഗം? അപ്പൊ സ്വപ്നമൊന്നും ഇസ്ലാം തെളിവല്ല. ദേഹത്തിലുള്ള അജിതാദികൾ, അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിച്ച മെതേടികൾ, കൊണ്ടു നടന്ന വടികൾ, സർവ്വസാധനങ്ങളും ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതിനിക്ക് പുണ്യമുണ്ട്, അത് ബർക്കത്തെടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ മുടി കളയിപ്പിച്ചു. മഹാനായിരിക്കുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ സംഭവം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്ത് ആ കാലത്ത് പലവരുമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഫംപടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചിങ്ങാണ്ട് കബറടക്കം ചെയ്യൂ എന്നാണ്. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാറ്. ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് നേരത്തെ പറഞ്ഞു. വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്തു വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. സലഫികൾ നേരത്തെ പറഞ്ഞതാണ്. അതെന്താ? റസൂലുള്ളാഹിന്റെ ആസാറുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷേ ഖത്ഇയായി ഗണ്യമായി റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നും ഇന്ന് റസൂലുള്ളാഹിന്റെ ആസാറായി ലോകത്തിൽ പല കാരണമുണ്ട്. നഷ്ടപ്പെടാൻ യുദ്ധങ്ങൾ വഴിയും അല്ലാത്ത നിലക്കും സഹാബികൾ വസിയത്ത് ചെയ്തിട്ട് കബറിൽ കൊണ്ടുപോയിട്ടും കഫംപുടയിൽ വെച്ചിട്ടൊക്കെ അത് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി സലഫികൾ പറഞ്ഞതാണ്. ഈ രൂപത്തിൽ യഥാർത്ഥത്തിൽ ആ മുടി കച്ചവടവുമായി ഇറങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ ആ ചൂഷണത്തിൽ എവിടെയുണ്ടെങ്കിലും വിഷയത്തിൽ അവർക്ക് മാറേണ്ടി വരികയാണ്. മാത്രമല്ല, വീണ്ടും നമ്മുടെ സക്കാഫി പറയുന്നത് കേട്ടോളൂ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലുള്ള ഷാറ് ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സനദ് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. ഇതിന് കാരണം അമ്പിയാക്കളല്ലാത്ത ആരുടെയും സ്വപ്നം രേഖല്ല. സ്വപ്നം വെച്ചിട്ട് ഒരു സംഗതി പറയാനായിട്ട് പറ്റില്ല. ഞാനങ്ങനെ സ്വപ്നം കണ്ടു. ഇപ്പോ പല ആളുകൾക്കും അങ്ങനെ സ്വപ്ന അവരോരോ സ്വപ്നം കണ്ടാൽ പിന്നെ അതിന് റസൂലുള്ള സ്വപ്നം കണ്ടതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള അമ്പിയാക്കന്മാരുടെ സ്വപ്നം കണ്ടാൽ അത് വഹീന്റെ ഭാഗം. ഈ അയവാന സ്വപ്നം എന്തിന്റെ ഭാഗം? അപ്പൊ സ്വപ്നമൊന്നും ഇസ്ലാം തെളിവല്ല.
അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സനദ് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ ഈമാനുള്ള ഒരൊറ്റ മനുഷ്യരും പിന്നെ അതാ സംശയമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സനദോടുകൂടി പരസ്യമായി ലോക പ്രശസ്ത പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് ഇത് പരസ്യമായി കൈമാറിയപ്പോ മുസ്ലിങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളെ കേരള മണ്ണിൽ അതാ ബറക്കത്ത് കിട്ടിയല്ലോ. ഞങ്ങളെ നേതാവിന്റെ തിരുകേശം ഒരു സംശയത്തിന് വിടവില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ അലിമീങ്ങളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നു. കണ്ടോ, സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നു. സന്തോഷം കൊണ്ട് ഇവരെ കണ്ണീരൊലിപ്പിച്ച്. കാരണം എന്താ, ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതിട്ട വെള്ളം കൊണ്ട് ആളുകളെ കബളിപ്പിക്കാമല്ലോ. അതുവഴി 40 കോടി പള്ളിയും നോളജ് സിറ്റിയും ഉണ്ടാക്കാമല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചു. അവസാനം ആളുകൾ ഞങ്ങളെ കയ്യോടെ പിടികൂടി. മുസ്ലിമീങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് വ്യാജമുടിയാണ്, ഇത് നബിയുടെ മുടിയല്ല. അവന് കണ്ണീര് തുടച്ചിട്ട് കണ്ണീര് തുടച്ചിട്ടും തീരാത്ത അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതാ. കരത്തിന് തീങ്ങലില്ലാതെ. നിങ്ങൾ നോക്കൂ, മുടി കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രസംഗവും കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുള്ള പ്രസംഗത്തിൽ രണ്ടിലും പറഞ്ഞെന്താ, സനദ് അവിടുന്ന് വായിച്ചു കേൾപ്പിച്ചു. ബുഖാരിയുടെ സനദ് പോലുള്ള സനദ് വായിച്ചു കേൾപ്പിച്ചു. സനദ് വായിച്ചോ? സനദ് കിട്ടുമോ? അതിന് പരമ്പരയുണ്ടോ? ഇല്ല എന്ന് ആരാ പറഞ്ഞത്? അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം നമ്മളോട്? നമ്മൾ പറയണില്ല, ഇവർ തന്നെ പറഞ്ഞു. എപ്പോ? പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് സാക്ഷാൽ കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ. അത് അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ സനദ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ പട്ടിക്കാട് കൊടുക്കണ പോലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അവർ തന്നെ പറയാണ്, നമ്മൾ പറഞ്ഞല്ല, കേട്ടോളൂ. അതെ, ഇതിന്റെ സനദ് തന്നു. ആര് തന്നു? ഈ വട്ടിക്കാടും നമ്മളെ കോളേജുകളിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള സനദ് ഹസ്രതി അവിടെ ഒപ്പിട്ട് തന്നു. ഇനി ഇതിന്റെ വിശദ വിവരം വ്യക്തമായിട്ട് എന്റെ കൈവശം ഉണ്ട് എന്ന് ആ സനദിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സ്ഥിതിക്ക് അതെവിടെ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയമുണ്ടാവണം. കണ്ടോ, എന്ത് പട്ടിക്കാടുന്ന് കിട്ടുന്നത് പോലത്തെ, പട്ടിക്കാട് ജാമ്യാനൂരുണ്ടല്ലോ, അവിടെ അറബിക്കുളുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നത് പോലുള്ള സനദ് അത് ഞങ്ങൾക്ക് തന്നു. അതിലെഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും സനദ് ഉണ്ടെന്ന് അതിലെഴുതിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് സനദ് കിട്ടിയെന്നല്ല. പട്ടിക്കാടുന്ന് കിട്ടുന്നത് പോലെ സനദ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. എങ്കിൽ മൂല്യാരെ അത് സനദാകുമോ? സനദാകുമോ? സനദാകൂല. സനദാകൂലാന്ന് ഞാൻ പറയുകയാണോ? അല്ല. നേരെ മറിച്ച് നിങ്ങളുടെ മുഫ്തിയാ പറയുന്നത് സനദിന്റെ മഹത്വവും പാണ്ഡിത്യത്തിന്റെ പ്രകാശനവും. സുന്നി വോയ്സ് 2005 മാർച്ചിൽ എഴുതി വെച്ചു. എന്താ വാചകം കേട്ടോളൂ. ഓരോ വ്യക്തിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന പ്രസ്തുത പരമ്പരയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കലുള്ള രേഖ. സനദെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന പ്രസ്തുത പരമ്പരയാണ് യഥാർത്ഥത്തിൽ രേഖ. അല്ലാതെ ഏതെങ്കിലും ബിരുദദാന കോളേജിൽ നിന്ന് സനദെന്ന പേരിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഇത് അള്ളാഹ് എഴുതിക്കുകയാണ്. നിങ്ങൾ പറയുന്നതിന് മുമ്പ് 2005 അള്ളാഹ് എഴുതിച്ചു. എന്തെഴുതിച്ചു? സനദെന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല. കേട്ടോളൂ, വാചകം കേട്ടോളൂ. സനദെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ചെന്നെത്തുന്ന പരമ്പരക്കാണ് സനദെന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ബിരുദദാന കോളേജിൽ നിന്ന് സനദെന്ന പേരിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. കേട്ടോ, ഇത് കാന്തപുരം വലിയ എംബോസിന് എഴുതി പഠിക്കണം. 500 വട്ടം ഈ വാചകം.
ഇത് 2005 പൊന്മള എഴുതിയ ലേഖന, മുഫ്തി എഴുതിയ ലേഖനാണ്. മനസ്സിലായിട്ട് ഇപ്പൊ പറയാ പാട്ടിക്കാർഡ് കിട്ടുമ്പോൾ സനത് കിട്ടിയത്. അത് സനതല്ല, അത് സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് സനത് എന്ന് പറയുന്നത് വെള്ളിക്കോൽ എന്ന് പറഞ്ഞ പോലെയാണ്. അത് വെള്ളിയല്ല, നെയ്യപ്പം എന്ന് പറഞ്ഞ പോലെ അത് നെയ്യില്ല. ഇതുപോലെ ഈ സനത്തിൽ എന്തില്ല, പരമ്പരയില്ല. മനസ്സിലായോ? അതല്ല മുസ്ലിമീങ്ങൾക്ക് ആവശ്യം. ഈ മുടി റസൂലുള്ളയുടേതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളയിലേക്ക് എത്തുന്ന പരമ്പര നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിന്റെ അടിയാധാരം കയ്യിലുണ്ടോ? അതില്ല. അതില്ലാതെ നിങ്ങളിങ്ങനെ പറയുമോ? നമ്മൾ പറയണില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്നില്ല, കേട്ടോളൂ, അടിയാധാരം കയ്യിലില്ലെന്ന് അവർ തന്നെ പറയുന്നു. രണ്ടാമത്തെ ശേഷം ഹദറലി കൊണ്ടുവന്ന് തന്നു. അതേ സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ് ബാധ്യത? അവർ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല നിങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാൻ അടിരേഖ തരാൻ അടിരേഖ ഉള്ളവരോടല്ലേ ചോദിക്കേണ്ട എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവില്ലേ? അപ്പൊ ഒരാൾ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? അപ്പൊ വാങ്ങിയിട്ടില്ല, ബന്ധപ്പെട്ട് വാങ്ങാൻ പോണതേ ഉള്ളൂ. അപ്പൊ അന്ന് വായിച്ച ഏതാ മൂല്യാരെ? അന്ന് വായിച്ചു എന്ന് പറഞ്ഞത് ഏതാ മൂല്യാരെ? കയ്യിലില്ല, അടിയാധാരം കയ്യിലില്ല, വാങ്ങാൻ പോണതേ ഉള്ളൂ. ഇത് ചെന്നാ കിട്ടോ? കിട്ടൂല. ചെന്നാലും കിട്ടൂല. കാരണം എന്താ? അങ്ങനെ ഒരു രേഖയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാർ എന്ന നിലയിൽ ലോകത്ത് ഇല്ലേ? ഇല്ല. ഇത് സലഫികൾ വളരെ മുമ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ല, അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. ഇത് വിവാദം ഉണ്ടായിട്ട് പഠിച്ചതല്ല, നേരെ മറിച്ച് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായി ദിശാബോധം നൽകിയ ആ വിഷയത്തിൽ എന്താ വനഹ്നു നഅലമു അന്ന ആസാറഹു മിൻ സിയാബിൻ ഔ ശഅരിൻ ഔ ഫദലാത്തിൻ ഖദ് ഫുത്തിദത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയുടെ ആസാറുകൾ എന്ന നിലക്ക് വന്നതൊന്നും മിൻ സിയാബിൻ, റസൂലുള്ളാഹിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് വന്നതാകട്ടെ, ഔ ശഅരിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുടി എന്ന നിലക്ക് വന്നതാകട്ടെ, ഔ ഫളലാത്തിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മറ്റു തിരുശേഷിപ്പുകളാകട്ടെ, ഖദ് ഫുഖിദത്, അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുടി, നഖം, വസ്ത്രം, അതുപോലെ റസൂലുള്ളാഹിന്റെ പാത്രങ്ങൾ, ഇത് മുഴുവൻ ഖദ് ഫുഖിദത്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നും ഇന്ന് ലോകത്തില്ല. നബിയുടെ ഈ ആധാറുകൾ എന്ന നിലക്ക് അത് നബിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നും, ഖണ്ഡിതമായി ഖത്ഇയായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഇന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ സലഫികൾ മനസ്സിലാക്കിയത്. സലഫികൾ പഠിച്ചതും സലഫികൾ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ചില മുസ്ലിയാക്കന്മാർ ഇത്രയും കാലം വെള്ളണ്ടാക്കി നടന്നറിയോ? അത് മുജാഹിദുകള് അങ്ങനെ പറയാൻ കാരണമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറാണ് ഇത് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ബർക്കത്തെടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് മുജാഹിദുകൾ പറഞ്ഞത്. എന്ത്? അത് നബിയുടെ ആധാറുകളൊന്നും ഇന്ന് നിലവിലില്ല എന്ന് മുജാഹിദുകൾ പറയാൻ കാരണം അതാണ് എന്നാ ഇവര് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബർക്കത്തെടുക്കും, ഒരു പ്രശ്നവുമില്ല. ഖാദു യഖ്തതിലൂന എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹിന്റെ നഖാമത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിന്റെ വുദൂഇന്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് അവര് ഖാദു യഖ്തതിലൂന മത്സരിക്കുമായിരുന്നു എന്ന് ഹദീസുകൾ വന്നതുപോലെ മുജാഹിദുകൾ മത്സരിക്കുക തന്നെ ചെയ്യുമായിരുന്നു, സംശയം വേണ്ട. എന്നാൽ റസൂലുള്ളാഹിന്റെ ആസാറുകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ ബർക്കത്തടിക്കേണ്ടി വരുമോ എന്ന് പേടിയാണെന്ന പേടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ മുജാഹിദാവുകയാണ്.
പതുക്കെ പതുക്കെ മുജാഹിദ്, അങ്ങനെയാണ് ഏകദേശമൊക്കെ. ആയിക്കോട്ടെ, ഈ വിഷയത്തിലും ഇതാ മുജാഹിദാവുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നേരെ മറിച്ച് ചിലര് പറയുന്നു റസൂലുള്ളാന്റെ വടിയുണ്ട്, റസൂലുള്ളാന്റെ വാളുണ്ട്, തുർക്കിയിലുണ്ട്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുണ്ട്, റസൂലുള്ളാന്റെ നഖമുണ്ട്, റസൂലുള്ളാന്റെ ജുബ്ബയുണ്ട്, റസൂലുള്ളാന്റെ കോപ്പയുണ്ട്, അതുപോലെ പലതും റസൂലുള്ളാഹിയുടേതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പലതും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വിവരം ഒരു മുസ്ലിയാര് പറയുമ്പോ അത് ഇപ്പൊ കുറച്ച് വഹാബിയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സഖാഫി പറയുന്നത് കേട്ടോളൂ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂല്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണക്കാരെങ്കിലും പഠിച്ചോളിന്ന്. കിതാബ് ഓതി കൊടുക്കണി, ഇബ്നു ഹജറിന്റെ കിതാബ് ഓതി. ഈ രൂപത്തിൽ ഇതാ യഥാർത്ഥത്തിൽ ആ മുടി കച്ചവടവുമായി ഇറങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ ആ ചൂഷണത്തിൽ എവിടെയുണ്ടെങ്കിലും വിഷയത്തിൽ അവർക്ക് മാറേണ്ടി വരികയാണ്. മാത്രമല്ല, വീണ്ടും നമ്മുടെ സക്കാഫി പറയുന്നത് കേട്ടോളൂ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തുണിയത് പറയല്ല. കുറച്ചല്ലോ. ഞാൻ ചോദിക്കുന്നു അതിന്റെ സനദ്, വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനദ് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ പ്രസംഗിച്ചിട്ട് സനദ് പറഞ്ഞിട്ടില്ല. പറയാനൊട്ട് കഴിയുകയും ഇല്ല. സനദ് പറയാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കണ, ഇയാള് സനദ് ചോദിക്കാണ്, ഇയാള് സനദ് ചോദിക്കുക. അല്ല മൂല്യാരെ, വെള്ളപ്പാട് വരൂലേ? ഇയാളല്ല പ്രസംഗിച്ചത്, വെള്ളപ്പാട് വരും. സനദ് ചോദിച്ചാൽ, സനദ് നോക്കിയാൽ വെള്ളപ്പാട് വരും. ചരിത്രം ഉദ്ധരിച്ച് പറഞ്ഞില്ലേ, അയാൾ സനദ് ചോദിക്കുകയാണ്. അതാ പറഞ്ഞത് മാറ്റം. സനദ് ചോദിക്കുന്നത് സലഫികളാണ്, വഹാബികളാണ് എന്നല്ലേ പറഞ്ഞത്. ഇയാൾ വഹാബിയാകാനുള്ള മാറ്റമാണ്, അതിനുള്ള മാർഗം നോക്കുകയാണ്. മാത്രമല്ല, ഇനി ഇയാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്താ? വലിയൊരു സനദ് ഉണ്ടോ? കേട്ടോളൂ. നിന്റെ സനദ് വായിക്കുവാൻ ചോദിച്ചില്ല. അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തിലെ കാസർഗോഡ് കാതിനെ കൊണ്ട് പറിക്കാൻ നോക്കി. പ്രായമുള്ള മുയ്യാമാർ കൊണ്ടൊന്നും പറിക്കലേ ഇവര് പരിപാടി, പറിക്കാൻ നോക്കി. അങ്ങനെ ചന്ദ്രികയിൽ ഒരു ചന്ദ്രികയിൽ 29-ാം തീയതി ചന്ദ്രിക, 30-ാം തീയതി ചന്ദ്രിക കാസർഗോഡ് രണ്ടുണ്ടേറ്റ് സമയമല്ല. ഞാൻ ഓരോന്നോരോന്ന് കാണിക്കുന്നത് സ്വീകരിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞ ആദ്യമാര് പറഞ്ഞ ഈ ചന്ദ്രികയിൽ വേലൂരുള്ള മുടിക്ക് സനദില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ നമുക്ക് ഫോണായി. അപ്പൊ അതിന്റെ പിറ്റേത്തെ ചന്ദ്രികയിൽ അതിൽ സനദുണ്ട്. പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഉണ്ടെന്നും ഇല്ലാന്ന് വേണ്ട. അപ്പൊ അവിടെ കോട്ടൊക്കെ പ്രസംഗിച്ച മൊയിലാർ കുടിക്കും. മൊയിലാർ എന്ത് ചെയ്തു അറിയോ? മൊയിലാർ പറഞ്ഞ് വേലൂര് 2 പൊടിയുണ്ട്, വേലൂര് ബാക്കിയാത്തിൽ ഒന്നുണ്ട്, ലത്തീഫിയൽ ഒന്നുണ്ട്, ലത്തീഫിയൽ തരുന്നുണ്ട്, ബാക്കിയാത്തിലില്ല. നല്ല 2 കൂടി ഒപ്പിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ഒരു മുജാഹിദിന് പുതിയാപ്പിളയാക്കി, ഒരു സുന്നീനെ പുതിയാപ്പിളയാക്കി. മുജാഹിദ് പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ മേലെ, സുന്നി പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ ചോടെ. ഒരു ദിവസം അതാ ബറാത്തിന് അവർ 2 ആളും ഒന്നായി. അപ്പൊ ഇയാൾ അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെ. 2 പുതിയാപ്പിളക്കും കുഴപ്പം വേണ്ട. ഈ മാതിരി അയാൾ പറയുന്നത് കേട്ടോളി. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്,
വെല്ലൂർ ബാഖിയാത്ത് സാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം, അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാഖവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാഖവിയാണല്ലോ, MFB ആണ്. കണ്ടോ? അപ്പൊ എന്താ കിട്ടിയത്? വെല്ലൂരത്തെ മുടിക്ക് സനദില്ല, ഉള്ളത് ലത്തീഫയിലെ മുടിക്കാണ്. മനസ്സിലായില്ലേ? അതാ നമുക്ക് കിട്ടിയത്. എന്താണ്? വെല്ലൂരത്തെ മുടിക്ക് സനദില്ല, ലത്തീഫയിലെ മുടിക്കാണ് സനദുള്ളത്. പക്ഷെ അപ്പോഴും വഹാബിയായ പേരോട് വിടൂലട്ടോ. അയാളെ പിന്നെയും വഹാബികളെക്കാളും ചാടിക്കളിക്കാണ്. കേട്ടോളൂ. ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂർ ബാഖിയാത്തിലെ മുടിക്ക് സനദില്ലെന്നും ലത്തീഫിയിലെ സനദുണ്ട്, ലത്തീഫിയിലെ മുടിക്ക് സനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാഖിയാത്തിലെ മുടിക്ക് സനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സനദൊന്ന് വായിക്ക്, ഞാനൊന്ന് കേട്ടെ. ലത്തീഫിയയിലെ സനദൊന്ന് വായിക്ക്. ബാഖിയാത്തിന് സനദില്ല എന്നതിന് തെളിവും പറ. ഇതാ മാറ്റം. ഉണ്ടെന്നതിന് സനത് വേണം, ഇല്ലെന്നതിന് സനത് വേണം. നമ്മൾ ഉണ്ടെങ്കിൽ സനത് കൊണ്ടെന്നാണ് പറഞ്ഞത്, ഇല്ലാത്തതിന് സനത് വേണമെന്നാ. ഇനി മാത്രമല്ല മാന്യത, ഇയാൾ പച്ചയായി മുജാഹിദാവാണ്. പച്ച ഗതി കെട്ടിട്ട് ചാടി മുജാഹിദാണ്, ഞാൻ എന്തും ആയിക്കോളാന്നുള്ള അവസ്ഥയിലേക്കോ. മൂപ്പര് മുജാഹിദാകണോ? പരസ്യമായിട്ടാണ് മുജാഹിദാണ്. കേട്ടോളൂ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് ഒരു കുപ്പി 25,000 ഉറുപ്പികയ്ക്ക് വിറ്റു. അങ്ങനെ 2 കുപ്പി വെള്ളം വിറ്റു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാണ് നിങ്ങളെ സമസ്ത? ഇതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. എത്ര കൃത്യമാണ് ചോദ്യം. ഈ ബർക്കത്താക്കപ്പെട്ട വെള്ളം അത് പണക്കാർക്ക് മാത്രം മതിയോ, പാവപ്പെട്ടവർക്ക് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. ഇയാള് 2ാമത്തെ പ്രസംഗത്തിലായി പറയുന്നത്. 1ാമത്തെ പ്രസംഗത്തിൽ ഇയാൾ പറയണതോ, കുറ്റ്യാടിയിലെ 1ാമത്തെ പ്രസംഗത്തിൽ പറയുന്നതോ ഈ ചോദ്യം ചോദിച്ചത് ആരാണെന്നാണ്. കേട്ടോളൂ, രണ്ടും ഒന്നിച്ച് കേട്ടോളൂ. മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000-ന് വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? കണ്ടോ? അപ്പൊ ഇയാള് പരസ്യമായിട്ട് പറയാം, ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു മറുപടി അടുത്ത പ്രസംഗത്തിന് മൂപ്പര് മുജാഹിദായി. ഞാൻ ചോദിച്ചു, നേരത്തെ മുജാഹിദ് ചോദിച്ചു എന്നാ ഇയാൾ ഞാൻ ചോദിച്ചത്, ഇയാൾ മുജാഹിദായി എന്നല്ലേ നേരത്തെ? മാത്രല്ല നമുക്ക് വേണ്ടി അഡ്വാൻസ് ചോദ്യവും, നമ്മൾ ചോദിക്കാത്ത ചോദ്യവും നമുക്ക് വേണ്ടി ചോദിക്കുന്ന ആര്? ഇയാൾ. കേട്ടോളൂ. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. മതി. രണ്ടാമത് പറഞ്ഞാൽ സാധുക്കൾക്ക് വേണ്ടേന്നാ. ഒരു ചോദ്യം കൂടി, ഒരു മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ഒരു കൂട്ടിക്കൊടി. അതറിയോ? അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളല്ലേ, വലിയ ബർക്കത്തുള്ള വെള്ളല്ലേ? അതെന്തിനാ ഖുർആൻ മൂല്യങ്ങൾ വിദ്യാളെ നിങ്ങൾക്ക് എന്നെ എടുത്തൂടെ? റസൂലുള്ളാഹിന്റെ ബർക്കത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വെള്ളം അങ്ങ് എടുത്തൂടെ മുസ്ലിയാരെ? ഞങ്ങളൊക്കെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട്. രണ്ടുവാ ചെയ്യരുത്. നിങ്ങൾ വിൽക്കുകയാണ്, ബർക്കത്തുള്ള വെള്ളം വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ചോദ്യവും കൂടി, മൂന്നാമത്തെ ഒരു ചോദ്യവും കൂടി മുജാഹിദീങ്ങളെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കും. അതിന് മുമ്പ് ഞാൻ തന്നെ കണ്ട് ചോദിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി മുജാഹിദീങ്ങളെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കും. അതിന് മുമ്പ് ഞാൻ തന്നെ കണ്ട് ചോദിക്കുകയാണ്.
അല്ല, നമ്മൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നതിന് മുമ്പ് ചാടി ചോദിക്കാട് വലിയ മുജാഹിദ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അടുത്ത പരിപാടിക്ക് മൂപ്പരെ വിളിക്കാം. സുബ്ഹാനല്ലാഹ്, ഇത് മുജാഹിദാകുന്ന ഇങ്ങനെ പറഞ്ഞാകണല്ലോ. അത്യാവശ്യം വിവരം ബോധം വേണം, ഒന്നിൽ എണ്ണാനെങ്കിലും അറിയണം. ഒരാൾ മുജാഹിദാണെങ്കിൽ രണ്ടെന്ന് വെച്ചാൽ പടച്ചനെ പേടി, അത് വളരെ വേണ്ടതാണ്. പിന്നെന്ന് വെച്ചാൽ കളവ് അവസാനിപ്പിക്കണം. പിന്നെ എല്ലാത്തിനും സനത് നോക്കേണ്ടി വരും. അപ്പൊ സനത് നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കളയേണ്ടി വരും. അങ്ങനെ ഒരുപാട് സംഗതി ഇനി ചെയ്യാനുണ്ട്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് മാറ്റം സാഗതാറാണ്, ബാക്കി പല കാര്യത്തിലും പ്രശ്നത്തിലാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. കണ്ടോളൂ, അടുത്തത് കാണുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ഷറഫാക്കപ്പെട്ട മുടി ഉണ്ട് എന്നെ വെച്ച, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ മുൻ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു. ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയാണ്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. നേരത്തെ ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലാണുള്ളത്? അതിനെന്താ സനത്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനത് എന്താണ്? ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിച്ചത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാണുള്ളത്? സനത് വായിക്കുക. സനത് വായിക്കുക. രണ്ട് മറുപടി പിന്നെ ഇതുകൊണ്ട് തീർച്ചയൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അതിരിക്കും. 34 മുടി. അല്ലാതാറും നബിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കേണ്ട ഇപ്പൊ തന്നെ പറയാം. എന്റെ മുസ്ലിയാരെ, ഇമ്മാതിരി പൊട്ടപ്പോയപ്പോ ഇനിയെങ്കിലും പറയണം. മൊയ്രാമാറെ പറയിക്കുക. ഞാൻ വിചാരിച്ചത്, ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിട് എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനിക്ക് മറുപടിയല്ല, എനിക്ക് അനുകൂല. സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ആണ് പറഞ്ഞാൽ 34 അല്ല മൊയിലാറേ, 43. അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1-ാം ക്ലാസ് മുതൽ ഇസ്ലാം സലാസ അർബ ഹംസ സിത്ത. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ ആള് വിചാരിക്കുന്നത് നമുക്ക് പണിയാണ്.
അതുകൊണ്ടാ പറഞ്ഞത് നന്നായി പഠിച്ച് മനസ്സിലാക്കി പഠിച്ചതിനെ പേടിച്ച് ഖുർആനും സുന്നത്തും പറയുന്ന അവസ്ഥയിലേക്ക് വരും. ഈ ഗതികേട് ലോകത്ത് ആർക്കാ വന്നത്? അതുകൊണ്ട് ഇസ്മായിൽ സക്കാഫി ചോദിച്ചത്, നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സക്കാഫി എന്ന് ചോദിച്ചോട്ടെ. ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് ഇസ്മായിൽ സക്കാഫി ചോദിച്ചത് കേട്ടോ. അപ്പോ ഇതാണ് അവസ്ഥ. ഇയാൾ തൂങ്ങിപ്പോയതാ. അത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് സക്കാഫിയാവുമ്പോൾ പ്രശ്നമില്ലല്ലോ. അവർ ചോദിച്ചോട്ടെ എന്നുള്ളത് കേൾപ്പിച്ചാണ്. അപ്പൊ ഇതാണ് മാന്യ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ചൂഷണം, സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ വ്യാപാരമാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. അള്ളാനെക്കാളും ഒരാളെ വലുതാക്കി, റസൂലിനെക്കാളും ഒരാളെ വലുതാക്കി സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സമൂഹത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. വിഷയം തീർന്നത് കൊണ്ടല്ല, ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. നമ്മുടെ നാടിന്റെ നിയമം പാലിക്കണം എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ബോധമുള്ളവരാവുകയും ഇത്തരത്തിലുള്ള സർവ്വ ചൂഷണങ്ങളിൽ നിന്ന് സമൂഹത്തെ മുക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ശേഷം ഒരു ജനത ഇവിടെ വരാനുണ്ട്, നമ്മുടെ മക്കൾ. അവർക്ക് ഇസ്ലാം ഉണ്ടാകണം. ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒരിക്കലും അത് ഈ രൂപത്തിലുള്ള ആളുകൾ നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നിലനിൽക്കുവാനും ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂല്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണക്കാരെങ്കിലും പഠിച്ചോളി. കിതാബ് ഓതി കൊടുക്കേണ്, ഇബ്നു ഹജറിന്റെ കിതാബ് ഓതി, നവവിയുടെ കിതാബ് ഓതി കൊടുക്കേണ്. ഏത് ഉസ്താദ് എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ ഈ വരുന്നതൊക്കെ ആരാ നബി ഞങ്ങനെ കണ്ടില്ലേ? അതാരുടെ കുതന്ത്രാണ്? മൂപ്പർ ഒന്നും കൂടി പറഞ്ഞു തരും. ആരുടെ കുതന്ത്രാണാ വന്നത്? പറയൂ, ആരുടെ കുതന്ത്രാണ്? അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. താങ്ക് യു. പറഞ്ഞതിന് വളരെ നന്ദി. ആരുടെ കുതന്ത്രാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ശൈത്താന്റെ കുതന്ത്ര. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ശൈത്താനിയത്താണ്, ഇസ്ലാമിയത്തല്ല. ആ സ്വപ്നം ശൈത്താനിയത്താണ്, ഇസ്ലാമിയത്തല്ല എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നം തന്നെയല്ലേ പണി? സ്വപ്നം തന്നെയല്ലേ? അത് ശൈത്താന്റെ കുതന്ത്രാണ്.
ആണല്ലോ, അത് മൊത്തത്തിൽ ബാധകമാണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തന്നെ പറയാണ് ഈ കെ വിഭാഗത്തോട്, ഏറ്റവും വലിയ സമസ്ത, ഔദ്യോഗിക സമസ്ത, ആ ഔദ്യോഗിക സമസ്തയോട് പറയാണ്, സ്വപ്നം പറ്റൂലെങ്കിൽ മൊഹീദ്ദീമാലി ഉണ്ടാവില്ല, അത് സ്വപ്നം വഴി വന്നതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടോളി. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ മൊഹീദ്ദീന്മാരെ തള്ളാനാ. എന്റെ വേദം വീളമ്പി പറവാൻ മടിച്ചാരേ വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് പോലും അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീന്മാരെ അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. ഓ, സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീന്മാരയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ, അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ. എങ്ങനെയുണ്ട്? എന്റെ അടുത്തുണ്ട് പത്രത്തിന്റെ റിപ്പോർട്ട്. ആർക്ക് വേണം? ബുഖാരിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എടുക്ക്, മുസ്ലിമിന്റെ ഉണ്ടെങ്കിൽ എടുക്ക്. അല്ലാത്തൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. ഹദീസിലെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഖുർആനിലെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എടുക്ക്. ഇപ്പൊ എന്താ വന്ന്? മൊഹീദ്ദീമാനി സ്വപ്നത്തിൽ കൂടെ വന്നാണ്, അതും പറ്റൂല. ഇനിയിപ്പോ മങ്കൂസ ഉള്ളത് ബാക്കി അല്ലേ ഓതാന്? സബീന മൊത്തം പോയി, ജാല മുഹമ്മദ് പോയി, സിദ്ദീഖ് മൗലിദ് പോയി, മൊഹീദ്ദീമാനിയും പോയി. ഇനിയോ മങ്കൂസ് മൗലിദ് ഉണ്ട്. സ്വപ്നം തെളിവാക്കാൻ പറ്റൂലെങ്കിൽ അതും പറ്റൂല എന്നാ അസ്ലി മൂപ്പരനെ പറഞ്ഞല്ലോ ആദ്യം. അത് ഈ കേക്കാര് ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. സനത് വേണം, മുടിക്ക് മാത്രല്ല, ചട്ടിക്ക് മാത്രല്ല, എല്ലാറ്റിനും വേണം സനത്. സനത് മൊത്തം വേണം. സനത് വേണമെന്ന് കാന്തപുരി ഉസ്താദ് പറഞ്ഞാണ്. സനദില്ലെങ്കിൽ അൽ ഇസ്നാദ് അൽ അസ്നാദ് മിനദ്ദീൻ അല്ലേ, ഇസ്നാദ് ഇതിൽ പെട്ടതാണ് ഉസ്താദ് തന്നെ പറഞ്ഞാണ്. ഇനി ഞാൻ വരേണ്ടവരോ അടുത്ത തവണ, അടുത്ത ആഴ്ച അടുത്തേക്ക് നമുക്ക് വരാം, പ്രശ്നമൊന്നുമില്ല. യാത്ര ചെയ്താൽ എനിക്ക് ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ മനുഷ്യരുടെ കേൾക്കാനുള്ള മനസ്സും അവരെ കാതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, അല്ല ഭയങ്കര ആഹ്ലാദം തോന്നി. അതുകൊണ്ട് 500 വട്ടം വരണ്ടെന്നാലും ഞാൻ വരും, വിശദീകരിക്കുകയും ചെയ്യും. നിങ്ങള് മങ്കൂസ് എന്നെ സംബന്ധിച്ച് അദ്ദേഹം പറയണമെന്ന് കേട്ടോളി. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ മതി. മങ്കൂസ് പോലും തള്ളിയതെന്താ? كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقهاء وأعمل مولدا للنبي صلى الله عليه وسلم. മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹിഹായ സനദില്ലാന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹിഹായ സനദില്ലേ, തള്ളണം. മങ്കൂസിന് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. മനസ്സിലായില്ലേ? അതിന് സനദില്ല, മുജാഹിദീങ്ങളെ തള്ളി കുടുങ്ങിയിരിക്കുകയാണ് നമ്മളെന്നാണ്. ഇപ്പൊ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒന്നിനും സനദില്ല. ഈ സനദില്ലാത്ത വേറൊന്നും ഞാൻ കാണിക്കാം അല്ലേ. ഇവിടെ ഒരു ദിക്ർ കാണും. ഇതാണ് ഞാൻ മൂന്നാമത് ഉദ്ദേശിച്ചത്. ഏത്? നിങ്ങൾ ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ചിരിക്കരുത് എന്ന് ഞാൻ പിന്നെ യാചിക്കണേ അടുത്തൊരു സാധനം അതാണ്. ഇതിന്റെ ബർക്കത്തും മഹത്വം പോകരുതെന്ന് വിചാരിച്ചിട്ട്. എന്താ ഈ ഒരു പ്രത്യേക ഇബാദത്ത്? ഈ ഇബാദത്ത് റസൂലുള്ളാഹി എന്നാ എപ്പോഴാ ചെയ്തത്, ഏതാ കിതാബ്, ഏത് കിതാബിലുള്ളതെന്ന് പറഞ്ഞാൽ മതി, വിഷയം തീർന്ന് ഞങ്ങൾ ചെയ്യും. ഇബാദത്ത് കണ്ടോളി, ചാടിയിട്ടും മണ്ടിയിട്ടും ഒക്കെ ഉള്ള ഇബാദത്ത്. ഇതിന്റെ പേരാണ് റിഫായി റാത്തീബ് അല്ലേ. അപ്പോഴാണ് ഓർമ്മ വന്നത് കുത്താ റാത്തീബും കൂടി ഉണ്ടല്ലോ, അതും കൂടി വന്നോട്ടെ. അതിന്റെയും കൂടി സനദും അഹ്ലു സുന്നത്തും ഒന്ന് പറയട്ടെ. സുന്നത്ത് ജമാഅത്തിലെ തെളിവ് ഇതൊക്കെ ഉസ്താദിന് പറഞ്ഞാൽ സമ്മതിക്കും. ആര്? കാന്തപുരി ഉസ്താദ്. എന്റെ കാരണം എന്താ അറിയോ? ഉസ്താദ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ പറയണല്ല, ഇതാ പറയുന്നുണ്ട്. ടിക്കറ്റ് കൊടുക്കണ ജോലിയാ മൂപ്പർക്ക്. കേട്ടോളി. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ എ പി ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി,
അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട്, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിലാണ് എൻ്റെ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തുനിന്ന് പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയുന്നത്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക ഒരു സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ തൊപ്പ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെ തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ നിന്ന് ചിന്തിക്കുന്ന വെള്ളമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, ശാന്തപുര ഉസ്താദാണുള്ളത്, ഏപി ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ആ നബിയെ കാണാൻ ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. അങ്ങനെയാണ് ഗ്രൂപ്പ് വിട്ട്, മനസ്സിലായില്ലേ? ഏതായാലും അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾത്തകളും കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അബ്ബാസ് സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു മിനിറ്റ്, അത് മൂപ്പര ഇസ്ലാമാണ്. അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പച്ചക്കള്ളം പറഞ്ഞതാണ്. അത് കാന്തപുരത്തിന്റെ ഇസ്ലാമാണ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമല്ല. തുടരട്ടെ സ്വപ്നം. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞു. അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അബ്ബാസ് സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. നിനക്ക് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നഅം അജത്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു.
അമ്പിയാക്കളല്ലാത്ത ആരും സ്വപ്നം തേകല്ല. സ്വപ്നം വെച്ചിട്ട് ഒരു സംഗതി പറയാനായിട്ട് പറ്റില്ല. ഞാനങ്ങനെ സ്വപ്നം കണ്ടു. ഇപ്പോ പല ആളുകൾക്കും അങ്ങനെ സ്വപ്ന അവരോരോ സ്വപ്നം കണ്ടാൽ പിന്നെ അതിന് റസൂലുള്ള സ്വപ്നം കണ്ടതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള അമ്പിയാക്കന്മാരുടെ സ്വപ്നം കണ്ടാൽ അത് വഹയിന്റെ ഭാഗം. ഈ ഏവാന് സ്വപ്നം എന്തിന്റെ ഭാഗം? അപ്പൊ സ്വപ്നമൊന്നും ഇസ്ലാം തെളിവല്ല.